എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആര്യ. മഴക്കാലമായതോടെ ജലജന്യ രോഗങ്ങൾ കൂടി വരികയാണ്. ഇന്ന് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജലജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസുകൾ പല വിധത്തിലുണ്ട്. അതിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ 5 വിധത്തിലുണ്ട്. ഇതിൽ 2 എണ്ണം മാത്രമാണ് ജലജന്യമായി നമുക്ക് പിടിപെടാവുന്നത്, അതായത് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാരായി 5 വൈറസുകളുണ്ട്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി ആൻഡ് ഇ. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഫീക്കോ ഓറൽ കണ്ടാമിനേഷൻ വഴിയാണ് നമുക്ക് പിടിപെടാനുള്ളത്. അതായത് മാലിന്യം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോ വെള്ളമോ നമ്മൾ കഴിക്കുന്നത് വഴിയാണ് നമുക്ക് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിച്ച വെള്ളവും മാലിന്യമുക്തമായ ഭക്ഷണവും കഴിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു പരിധി വരേക്കും ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പിടിപെടാതെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് തിളപ്പിച്ചാറിച്ച വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്ത് സേഫ് അല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രഷ് ജ്യൂസ് വഴിയും ഭക്ഷണത്തിൽ നമ്മൾ ചേർക്കുന്ന തിളപ്പിക്കാതെ ഉള്ള ശുദ്ധമല്ലാത്ത ഈ ജലം വഴിയും നമുക്ക് ഈ രോഗം പിടിപെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് എല്ലാവരും തിളപ്പിച്ചാറിച്ച വെള്ളവും മാലിന്യമുക്തമായ ഭക്ഷണവും കഴിക്കുന്നത് വഴി നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ നിന്ന് ഒരു പരിധി വരേക്കും രക്ഷപ്പെടാൻ സാധിക്കും. താങ്ക് യു.